കൊല്ലത്ത് കഴിഞ്ഞ ദിവസം 15,000ഓളം ലിറ്റർ പാലാണ് ആര്യങ്കാവിൽ നിന്നും പിടികൂടിയത്. അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് അന്ന് ക്ഷീരവികസന വകുപ്പ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷാ ലാബിൽ പരിശോധന നടത്തുകയും അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡ് കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. ഷാനോസ്, എങ്ങനെ കാണണം ഈ റിപ്പോർട്ടിനെ? പ്രത്യേകിച്ചും അന്ന് തന്നെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയതാണ് 6 മണിക്കൂറിന് ശേഷം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത്. അതിനുശേഷമുള്ള റിപ്പോർട്ടാണ്, അതിനുശേഷമാണ് ഈ പരിശോധന നടന്നിട്ടുള്ളത്. എങ്ങനെയാണ് കാണേണ്ടത്? രഞ്ജിനി, അന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 6 മണിക്കൂർ എന്ന് പറയുന്ന ഒരു നിശ്ചിത സമയമാണ്. ആ സമയം കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന രാസപദാർത്ഥം പാലിൽ കലർത്തിയത് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വേണം ഈ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ക്ഷീരവികസന വകുപ്പ് രാവിലെ 5:30 നടത്തിയ പരിശോധന ഇത് പിടികൂടുന്നു. അതിനുശേഷം അവിടെ വെച്ച് പരിശോധിക്കുന്നു, ഇതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെന്ന് ഉറപ്പിക്കുന്നു. അതിനുശേഷമാണ് ഇതിന്റെ സാമ്പിൾ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത്തരമൊരു പരിശോധന നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന സമയക്രമം അവിടെ മറികടന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു പരിശോധന നടക്കുന്നത്. ആ പരിശോധന നടത്തിയപ്പോൾ ഇതിൽ ഇങ്ങനൊരു രാസപദാർത്ഥം കലർന്നിട്ടേ ഇല്ല എന്നൊരു റിപ്പോർട്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. അത് പ്രകാരം സ്വാഭാവികമായിട്ടും ഈ ഒരു വാഹനം അവിടെ പിടിച്ചിടാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ പിഴ ചുമത്താനോ കേസെടുക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 5 ദിവസമായിട്ട് ഈ വാഹനം തെന്മല പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഉടമ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് വൈകുന്നേരം ഈ പാല് പിടികൂടിയ അന്ന് വൈകുന്നേരം ചിഞ്ചുറാണി മാധ്യമങ്ങളെ കണ്ടത്. ആ മാധ്യമങ്ങളെ രാവിലെ നമ്മുടെ ചാനലിലടക്കം പറഞ്ഞ കാര്യങ്ങൾ അന്ന് വൈകുന്നേരം കൂടുതൽ വ്യക്തതയോടുകൂടി മന്ത്രി ആവർത്തിച്ചിരുന്നു. അതായത് ഈ 6 മണിക്കൂർ എന്ന് പറയുന്നത് നിർണായകമായ ഒരു സമയമാണ്. ആ സമയത്തിനുള്ളിൽ പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് എത്തരത്തിലൊരു റിപ്പോർട്ടാണ് വരുന്നത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പക്കൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഏത് വിധമായിരിക്കും എന്നൊരു ആശങ്ക, ഒരു സംശയം മന്ത്രി അന്ന് വൈകുന്നേരം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ആ മന്ത്രി പ്രകടിപ്പിച്ച അതേ സംശയം അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ റിപ്പോർട്ടോടുകൂടി. അന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം തന്നെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഗതി, ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും തമ്മിൽ ഈ പരിശോധനയുടെ കാര്യത്തിൽ ഒരു ഏക സ്വഭാവത്തിൽ പോകുന്നില്ല എന്നുള്ളത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അത് ഒരുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ പരിശോധനയ്ക്ക് അയക്കുകയും അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇതിനകത്ത് പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുമായിരുന്നു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയും വിധത്തിൽ പരിശോധന നടപടികൾ ശക്തമാക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തീർച്ചയായും ഷാനോസ് ഡേവിഡാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്.